എന്തെങ്കിലും ശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലേക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 5 മാസം മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇതേ സെയിം ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ വീഡിയോ കണ്ടവരെല്ലാവരും ഇതിന്റെ സമയമാകുന്ന സമയത്ത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യണം, ഒന്നും കൂടി റിമൈൻഡ് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, ആദ്യം വേണ്ടിയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാം. എല്ലാ കെയർ ഗീവേഴ്സിനും ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത് കാനഡയിലേക്കാണ്. ഞാൻ കൂടുതൽ UK-യിലുള്ള അല്ലെങ്കിൽ യൂറോപ്പിലുള്ള കെയർ ഗീവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കെയർ ഗീവേഴ്സിന് എല്ലാം ട്രൈ ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല UK-യിലുള്ളവരെല്ലാവരും അങ്ങോട്ട് കയറി പോകണം എന്നുള്ളത്. ക്വിക്കായിട്ട് ഇവിടെ ഇത് നമുക്കറിയാം, PR ഓൺ അറൈവലാണ്. അതായത് ഒരു ജോബ് ഓഫർ കിട്ടി നിങ്ങൾ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് PR കിട്ടുന്ന ഒരു കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാമാണ് ഈ ഒരു സംഭവം. അപ്പോൾ പലർക്കും, ഞാൻ പറയാം എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്റെ അടുത്ത് പറയുവാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ. കാരണം ഇവിടെ ഞാനിവിടെ ഹാപ്പിയാണ്, ഇവിടെ സെറ്റിൽഡ് ആണ്. സോ അതേപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ളവർ ഇതേപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവിടെ PR ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ടാവും. സോ അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയതല്ലെങ്കിൽ കൂടി താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളുണ്ട് കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യണം, ഒരു പുതിയ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതേപോലെ കെയർ ഗീവർ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള, അതും കാനഡയിലേക്ക് ഒരു PR കൊടുക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും ഉണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. സോ ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു 5 മാസം മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഈ ഒരു പൈലറ്റ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ വരുന്ന ഡിസംബർ, അതായത് 2024 ഡിസംബറിലോ അല്ലെങ്കിൽ ലേറ്റ് 2024 അല്ലെങ്കിൽ ഏർലി 2025 ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡിസംബറിലോ ജനുവരിയിലോ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണ് നമുക്ക് ഇവിടെ ജോബ് കണ്ടെത്താനായിട്ട് സാധിക്കുക, എന്താണ് ഈ ഒരു പൈലറ്റ് പ്രോഗ്രാം, ഒന്നും കൂടി നിങ്ങൾ റിമൈൻഡ് ചെയ്തെന്നാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം UK-യിൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഒരുപാട് പേര് കെയർ ഗീവർ ജോബ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, UK-യിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരു ഭൂരിഭാഗം ആളുകളും ഇവിടെ കെയർ ഗീവർ ജോബ്സിൽ ആണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, പലരും ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, പല അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു വേറെ രാജ്യം, ഈ പറഞ്ഞ കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് PR കൂടി തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, കാനഡ അനൗൺസസ് ന്യൂ പൈലറ്റ് പ്രോഗ്രാം ടു സപ്പോർട്ട് കെയർ ഗീവേഴ്സ് ആൻഡ് കനേഡിയൻ ഫാമിലീസ്. ഈ ഒരു പ്രോഗ്രാം വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റും ആൻഡ് ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാമും കഴിഞ്ഞ ഇത് അനൗൺസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ അത് ക്ലോസ് ചെയ്തിട്ടാണ് മാർക്ക് മില്ലർ മിനിസ്റ്റർ പുതിയ ഇമിഗ്രേഷൻ നയത്തിലൂടെ ഈ ഒരു പുതിയ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു 2024-26 ഇടയിൽ ഏകദേശം 15,000-ഓളം കെയർ ഗീവേഴ്സിനെ അവിടെ എത്തിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ടായിട്ട് ഈ പറഞ്ഞ പെർമനന്റ് റെസിഡൻസി കൊടുക്കാനുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പൈലറ്റ് പ്രോഗ്രാമിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PR ഓൺ അറൈവലാണ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ പലരും ഇതിനെതിരെ എവിടെ വലിയൊരു എതിരഭിപ്രായം ഉണ്ട് എന്നൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി ആ ഒരു പൈലറ്റ് പ്രോഗ്രാം ഇതുവരെ ക്യാൻസൽ ചെയ്യുകയോ എടുത്തു മാറ്റുകയോ ചെയ്തില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജനുവരിയിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് അപ്ലൈ ചെയ്തിടണം. അല്ലെങ്കിൽ പല രാജ്യങ്ങളിലുള്ള, ഇപ്പോൾ ഫിലിപ്പീൻസ് എന്നോ അല്ലെങ്കിൽ മറ്റ് ബംഗ്ലാദേശ് എന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അപ്ലൈ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേര് നോക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് എലിജിബിലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതിനകത്ത് നമുക്ക് ഒരു ലാംഗ്വേജ് ലെവൽ 4 വേണം. അതായത് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച്മാർക്ക് CLB ഒരു IELTS ലെവൽ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു 4 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഹോൾഡ് ദ ഇക്വലന്റ് ഓഫ് ആൻ കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമ. നമ്മുടെ നാട്ടിലൊരു അത്യാവശ്യം ഒരു +2 നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതല്ലെങ്കിൽ കൂടി ഒരു ഡിഗ്രി വയ്ക്കും. നമ്മുടെ നാട്ടിൽ ഇനി ആരൊക്കെയാണ് +2 കാര്യമുള്ളത്, എല്ലാവരും ഒരു ഡിഗ്രി ഒക്കെ ഉള്ള ഒരാളാണ്. സോ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഈ ഒരു മേഖലയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർ, ഇല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ UK-യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് 2 ഇയേഴ്സിന് മേലെ അല്ലേ. സോ അവർക്കൊക്കെ ഇതിനകത്ത് പറ്റും. ഓക്കെ, ഹാവ് റീസെന്റ് ആൻഡ് റിലവന്റ് വർക്ക് എക്സ്പീരിയൻസ് വേണം.
ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവ് ആൻ ഓഫർ ഫ്രം ദ ഫുൾ ടൈം ഹോം കെയർ ജോബ്. അതായത് ഒരു ഓഫർ നമുക്ക് അതിനകത്ത് കിട്ടണം, ഓഫർ ലെറ്റർ കിട്ടണം. അതിപ്പോൾ നമ്മൾ ഏത് കൺട്രിയുടെ ഏത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും സെയിം സമാനമാണ്, ഒരു ഓഫർ ലെറ്റർ കമ്പൾസറി ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതെല്ലാം ഇതിന്റെ അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു ഈ മാസങ്ങളിൽ അവസാനത്തോടു കൂടി തന്നെ നമുക്ക് ലഭിക്കും. അതിന് മുമ്പോടുകൂടി തന്നെ പ്രിപ്പയർ ആവാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ഓക്കെ. IELTS ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 വരെയെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കണം. ഓക്കെ. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യും വേണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പ്രോഗ്രാം ക്ലോസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം പെട്ടെന്ന് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകൾ കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഒരു വാലിഡ് ജോബ് ഓഫർ ആണ്. ഈ ജോബ് ഓഫർ എവിടെ നിന്ന് കിട്ടും അത് നമുക്ക് അവസാനം പറഞ്ഞുതരാം. ലാംഗ്വേജിൽ ഒരു ചെറിയൊരു കാര്യം അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CLB4 അല്ല CLB5 ആണ് ചില വെബ്സൈറ്റുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ CLB4 or 5 നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന കെയർ ഗീവേഴ്സിനാണ്. നിങ്ങൾക്ക് PR ഓൺ അറൈവൽ 1 മീൻസ് ഉടൻ തന്നെ PR ലഭിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ ഇപ്പോൾ ഒരുപാട് നിയമമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി പറയണമല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. റിവേഴ്സ് മൈഗ്രേഷനും അത്യാവശ്യം തന്നെ നടക്കുന്നുണ്ട്. പോയി പഠിക്കാൻ പോയ സ്റ്റുഡൻസുകൾ പലരും തിരിച്ചു പോകുന്നുണ്ട്. പല കാര്യങ്ങളും സിറ്റുവേഷനാണ്. വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാനഡ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അതും കൂടി എടുത്ത് പറയാം. പോസിറ്റീവ്സ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവേണ്ടി ഇന്ത്യയും കാനഡയുമായിട്ടുള്ള ബന്ധങ്ങൾ വലിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല പ്രോബ്ലംസും ഈ കമ്മ്യൂണൽ ക്ലാഷുകളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ഇന്ത്യക്കാരുടെ മേലെ ഇല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അങ്ങോട്ട് എത്തുന്നില്ല. അതൊക്കെ ആ ഒരു രാജ്യത്തിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നാലും ഈ വലിയ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ട്രൂഡോ സർക്കാരിനെതിരെ നല്ല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ UK ഒരു വലിയ രീതിയിലുള്ള ഒരു കലാപം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈമിന്റെ ലഭ്യത കുറവുകളും കാര്യങ്ങളെല്ലാം, അതായത് സ്റ്റുഡൻസിന് പോകുന്നവർക്ക് ജോലി കിട്ടാതെ വളരെ രീതിയിൽ പെടുന്ന കാര്യങ്ങളും അവിടെ നമ്മൾ കണ്ടു. അതായത് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് പാർട്ട് ടൈമിന് വേണ്ടി തന്നെ വലിയ നീണ്ട ക്യൂകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്ന ആളുകൾ ഇവിടുത്തെ ഒരു ജോബ് സെക്യൂർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് അവിടെ പോയി സ്റ്റുഡന്റ് വിസയിൽ പോയി ജോലി കണ്ടെത്തണം. അപ്പോൾ അവിടെ ഉള്ള സ്ട്രഗിൾസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ജോബ് കണ്ടെത്തിയിട്ട് മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അത് മാത്രമല്ല നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പോസിബിലിറ്റീസ് ഉണ്ട് ജോബ് കിട്ടാനായിട്ട് ഫുൾ ടൈമേഴ്സിന്. ഇപ്പോൾ എനിക്കൊന്ന് പാർട്ട് ടൈമേഴ്സിന് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ UK പ്രശ്നങ്ങളുണ്ട്. പിന്നെ അക്കോമഡേഷൻ ക്രൈസിസും കൂടി ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ സംഭവിച്ചാണ് ഇത്രയും ഇമിഗ്രേഷൻ കൂട്ടിയത് കൊണ്ട് തന്നെ അക്കോമഡേഷൻ ക്രൈസിസും അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റുഡന്റ് വിസയിൽ റെസ്ട്രിക്ഷൻസും അതുപോലെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ നല്ല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയുള്ള മൈഗ്രേഷന്റെ ഒരു കപ്പാസിറ്റി ഒരു ക്യാപ്പ് പോലെ അവർ രൂപീകരിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് കാര്യം അവിടുത്തെ ഓൾഡ് ഏജ് സിറ്റിസൺസിനെയും അവിടുത്തെ ചിൽഡ്രൻസിനെയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതും ഇതുവരെ എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല. വളരെ റിലവന്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഈ പറഞ്ഞ ഈ പൈലറ്റ് പ്രോഗ്രാം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് പോകുന്നതിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇനി ജോബിന്റെ കേസ്. ജോബിന്റെ കേസ് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് നമുക്ക് പൊതുവെ കാനഡയിൽ ജോബ് കണ്ടുപിടിക്കാനായിട്ട് കനേഡിയൻ ഗവൺമെന്റിൽ തന്നെ ജോബ് ബാങ്ക് എന്നുള്ളൊരു സെറ്റപ്പ് തന്നെ ഉണ്ട്. ഓക്കെ. അതെല്ലാവർക്കും അറിയുന്ന കേസുകൾ തന്നെയാണ്. നിങ്ങൾ ജോബ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോബ് ബാങ്കിലൂടെ ആയിരിക്കണം ഒരു വാലിഡ് ജോബ് ഓഫർ ലഭിക്കേണ്ടത്. ഓക്കെ. സോ അതിനുശേഷം എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ജോബ് ബാങ്കിൽ നിന്ന് ജോബ് കണ്ടുപിടിച്ച ശേഷമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വിസയ്ക്കും കാര്യങ്ങളും സ്വാഭാവികം വിസയ്ക്കും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം. ഓക്കെ. അത് പക്ഷേ ഈ കാനഡിയൻ ജോബ് ബാങ്കിൽ തന്നെ ഒരുപാട് സ്കാമുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മുന്നേ ഒരുപാട് സ്കാമുകളും കണ്ടിട്ടുണ്ട്. എനിവേ ഇത് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോബ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യും.
നമ്മളൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ വരുന്ന കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ജോബുകൾ ഇട്ട് പരീക്ഷണം നടത്താനായിട്ട് നമ്മളുടെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ രൂപീകരിക്കും. ഈ ഒരു ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്ന ദിവസം തന്നെയായിരിക്കും നമ്മൾ വീഡിയോ ചെയ്ത് ഇതിന്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ തരും, ഒരു ജോബ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമ്മളും നിങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പറ്റുന്ന രീതിക്കൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള മറ്റ് അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഏതെങ്കിലും ഇതേപോലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രിപ്പയർ ആവാനായിട്ടും നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം, ബൈ.